എന്നിട്ട് അതിലെ തമാശ കാര്യങ്ങള് സഖാവ് പിണറായി വിജയന് കിടക്കാൻ ഒരു ദിവസത്തേക്ക് കിടക്കാൻ 1,17,000 രൂപയുടെ കിടക്ക് കട്ടിലും. അപ്പൊ ഒരു സഖാവ് ഈ അപ്പോഴത്തേക്ക് ഇന്നെ ക്യാപ്സ്യൂൾ ഇറങ്ങാൻ ഒരു സഖാവ് ചോദിച്ചു, 1,00,000 കട്ടിലുണ്ടാവൂലേ? സഖാവേ, 1,00,000 കട്ടിലുണ്ട്, 1,00,000 കിടക്കയുണ്ട്. പക്ഷെ അത് മരിക്കുന്നവരെ കിടക്കാനാണ്, ഒരു ദിവസം കിടക്കാനല്ല. പലരും സാധാരണക്കാരുടെ വീടുകളിലൊക്കെ 1,00,000 കട്ടിലും 1,00,000 കിടക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് മരിക്കുന്നവരെ കിടക്കാൻ മാത്രമല്ല, മക്കളും പിന്നെ അയിമല കിടക്കുക. ഇത് എന്റെ പിണറായി വിജയൻ ഒരു ദിവസം കിടക്കാനുള്ള കിടക്കന്റെ കട്ടിലിന്റെ ചെലവാണ് 1,00,000 ചില്ലാനം രൂപ. CPM പാർട്ടി ഓഫീസിലെ പൈസ അല്ല, ഈ രാജ്യത്തിലെ മതവിശ്വാസിയുടെ പൈസയാണ്. മതം ഈ രാജ്യത്തെ ആളുകൾക്ക് എങ്ങനെയാ പ്രശ്നപ്പെടുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആ മതവിശ്വാസിയുടെ ചെലവിലാണ് നിങ്ങളുടെ പിണറായി വിജയൻ ഒരു ദിവസം അവിടെ കിടന്നത് 1,00,000 ചില്ലാനം രൂപക്ക്. ആ വൈരുദ്ധ്യത്തിനും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്ക് കിടക്കാൻ ഒരു കട്ടിലിന് 1,00,000 രൂപ ചെലവാക്കി എന്ന പേരിൽ ഒരു വലിയ പ്രചരണം നടക്കുകയല്ലേ ഇപ്പോ? യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ആ ഹെഡിങ്സിൽ കൊടുത്തിരുന്നത്? ഫർണിച്ചർ ആൻഡ് ഓഫീസ് കോംപ്ലക്സിലേക്കും ഒപ്പം ഈ ആഗോള സംഘവുമായിട്ട് ഭാഗമുള്ള ഗസ്റ്റ് ഹൌസിലേക്കും വേണ്ടിയിട്ട് 3,80,000 രൂപയുടെ ഫർണിച്ചർ അല്ലേ വാങ്ങിയത്? മുഖ്യമന്ത്രി ആ പുതിയ കട്ടിലും മേശയും കൊണ്ടിട്ട് റൂമിൽ പോലും അല്ല കിടന്നത്. സപ്രപഞ്ചക്കട്ടിൽ എന്ന മട്ടിലുള്ള പ്രചരണം നടത്തുകയാണ്. അതായത് നോക്കൂ, എങ്ങനെയാണ് നയതന്ത്രത്തിലൂടെ സ്വർണ്ണക്കടത്തി നടത്തിയത്. ആ സമയത്തുണ്ടായ വലിയ വിവാദമായിരുന്നു ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തി. ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തിയതാണ് 2021 പ്രതിപക്ഷത്തിന്റെ കുപ്രചരണമെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കടന്ന സപ്രപഞ്ചക്കട്ടിലിന് 1,00,000 എന്നുള്ളതാണ് അടുത്ത പ്രചരണം. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ PR ഇന്നത്തെ PR വേഴ്സസ് PR എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വസ്തുത അതാണോ? വസ്തുത അതല്ല. ദേവസ്വം ബോർഡ് ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡ് 17-ാം തീയതി കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഈ റിപ്പോർട്ടുകൾ വെറ്റ് ചെയ്ത് ദേവസ്വം കമ്മീഷണർ നവംബർ മാസം 4-ാം തീയതി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കണക്ക് പുറത്തു കൊണ്ടുവരിക. ആരശ്ശേരി മാഷിന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ അധികാരമില്ലെങ്കിൽ കോൺഗ്രസിലെ മുഴുവൻ MLA മാരും BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വെറുതെ അല്ലല്ലോ, അധികാരം നഷ്ടപ്പെട്ടപ്പോഴൊക്കെ പോയ ചരിത്രമുണ്ട്.